إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായി കൊണ്ട്. അല്ലാഹു പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റസൂലേ, അങ്ങയെ നാം നിയോഗിച്ചത് എല്ലാ ജനങ്ങൾക്കും കാരുണ്യമായി കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അന നബിയുർ റഹ്മ, ഞാൻ നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മുഅ്മിനീങ്ങൾ, യഥാർത്ഥ വിശ്വാസികൾ ആ കാരുണ്യം എന്താണ് എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുമ്പോൾ അത് അനുഭവിച്ചറിയുന്നുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യം അത് സ്വന്തത്തിന് തന്നെ പലതും നമുക്ക് ദോഷം വരുത്തുന്നതാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമാണ്. അഥവാ മുഅ്മിനീങ്ങൾ അവർ പ്രയാസപ്പെടാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽപ്പെട്ട, ഇതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിതും. ഇതാ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ പ്രയാസപ്പെടുന്നത് റസൂലിന്റെ പ്രയാസമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നത് അങ്ങേയറ്റത്തെ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു റസൂലിനെയാണ് ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നത്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യവും അതുപോലെ തന്നെ അനുകമ്പയുമുള്ളവരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതിർന്നവരോടും അതുപോലെ തന്നെ ചെറിയവരോടും വലിയവരോടും എല്ലാവരോടും, അതാണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരോടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച ആ കാരുണ്യത്തിന്റെ ഓഹരി അത് വളരെ വലുതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ലഭിച്ച കാരുണ്യത്തിന്റെ ഓഹരി മുസ്ലിം സ്ത്രീകൾക്ക് അത് വളരെ വലുതാണ്. അത് അറിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുസ്ലിം പുരുഷന്മാരുടെ അടിമകളാണ് എന്ന രൂപത്തിൽ ചില ആളുകൾ കളവുകളും അതുപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളും
പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെയല്ല. നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിം സ്ത്രീകൾ അവർ ഉമ്മയാണ് എങ്കിൽ, അതുപോലെ തന്നെ ഭാര്യയാണ് എങ്കിൽ, പെൺമക്കളാണെങ്കിൽ, സഹോദരിമാരാണെങ്കിൽ എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ വർത്തിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വരച്ച് കാട്ടി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അവരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ ഉമ്മയാണ് എങ്കിൽ എന്താണ് ഉമ്മയെപ്പറ്റി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാതികും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് നിങ്ങളുടെ ഉമ്മമാരുടെ വിഷയത്തിൽ. എന്താണ് സഹോദരങ്ങളെ വസിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ ഒരുപ്പ മക്കൾക്ക് നൽകുന്ന അല്ലെങ്കിൽ മക്കളെ വിട്ടേച്ചു പോകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് വസിയത്ത് എന്ന് പറയുക. അഥവാ അങ്ങേയറ്റം ശ്രദ്ധയുള്ള ഒരാൾ മറ്റൊരാളെ പറ്റി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ് വസിയത്ത് എന്ന് പറയുക. അത്രയും സ്നേഹമുള്ള ആളുകൾ പറയുന്നതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് എത്ര ശ്രദ്ധയുള്ളയാളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാതികും. നിങ്ങളുടെ ഉമ്മമാരുടെ വിഷയത്തിൽ അല്ലാഹു ഇതാ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. സുമ്മ യൂസീകും ബി ആബാഇകും. അതുപോലെ തന്നെ പിതാക്കന്മാരോടും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. അവരുടെ വിഷയത്തിലും അല്ലാഹു ഇതാ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. സുമ്മ യൂസീകുമുൽ അഖ്റബ ഫൽ അഖ്റബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഉമ്മാക്കുള്ള ഒരു സ്ഥാനം എന്താണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു ഹദീസ് മാത്രമാണോ? അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് മഹത്തരമായ ഇബാദത്താണ്. മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മാക്ക് നന്മ ചെയ്യുക എന്നുള്ളത് മഹത്തരമായ ഇബാദത്താണ്. പൊതുവെ ഉപ്പമാർ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവർ അവരുടെ കാര്യം നോക്കും. എന്നാൽ ഉമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മക്കളുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുടെ സഹായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവരാണ്. എന്നാൽ ആ സഹായം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പകരമായി ലഭിക്കുന്നത്? ഏറ്റവും വലിയ ജിഹാദിനേക്കാൾ, ഇസ്ലാമിലെ ഏറ്റവും വലിയ ജിഹാദിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാദത്താണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടില്ലേ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാണ് റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാല അസ്സലാത്തു അലാ വഖ്തിഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് റസൂൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നീട് ചോദിക്കപ്പെട്ടു, ഖീല സുമ്മ ഐ, പിന്നീട് ഏതാണ് റസൂലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്തഅ്സനഹു ഫിൽ ജിഹാദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, റസൂലേ എനിക്കും ജിഹാദ് ചെയ്യണം, എനിക്ക് ജിഹാദ് ചെയ്യാൻ റസൂലേ അങ്ങ് അനുമതി നൽകണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മറുപടിയായി പറഞ്ഞു. ആ സ്വഹാബി പറഞ്ഞു, നഅം. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ മറുപടി കൊടുത്തത് എന്താണ്? ഫഫീഹിമാ ഫജാഹിദ്, അവരുടെ അടുക്കൽ പോയി അവർക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീ ജിഹാദ് ചെയ്യുക, അഥവാ അവർക്ക് നന്മ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആരുടെയെങ്കിലും മാതാപിതാക്കൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എങ്കിൽ അവരുടെ വിഷയം നമ്മൾ അങ്ങേയറ്റം പരിഗണിക്കണം. പൊതുവെ പറയാറുണ്ട്, ഒരു കാര്യം ഇല്ലാതായി കഴിഞ്ഞാലാണ് അതിന്റെ വില മനസ്സിലാവുക എന്നുള്ളത്. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില മനസ്സിലാവുക എന്ന് പറയുന്നത് പോലെ സഹോദരങ്ങളെ, അവർ ഉണ്ടാവുക എന്നുള്ളത് അത് ദുനിയാവിലെ സ്വർഗം അല്ലെങ്കിൽ ദുനിയാവിലെ സ്വർഗം ലഭിക്കുന്നത് പോലെയാണ്. ദുനിയാവിലെ സ്വർഗമാണ് മാതാപിതാക്കൾ. അവരുടെ സാന്നിധ്യം എന്നുള്ളത് വളരെ മനോഹരമായതാണ്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതില്ലാത്ത ആളുകളോടൊന്ന് സംസാരിച്ചു നോക്കണം. അതില്ലാത്ത ആളുകളോട് സംസാരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വില മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മളോട് പറഞ്ഞ കാര്യമാണ് അവർക്ക്, മുസ്ലിം സ്ത്രീകളായ ഉമ്മമാർക്ക് നന്മ ചെയ്യണമെന്നുള്ളത്. മാത്രമല്ല
അവരോട് ദ്രോഹം ചെയ്യുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ കാര്യമാണ് അവർക്ക് ദ്രോഹം ചെയ്യുക എന്നുള്ളത്, അവരെ ദ്രോഹിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്സ വജൽ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നിങ്ങൾക്കുമേൽ ഹറാമാക്കിയ കാര്യമാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളത്. മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളത് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യമാണ്. നോക്കുക, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉമ്മമാരോടുള്ള നമ്മുടെ പെരുമാറ്റം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാ അള്ളാഹു വസിയ്യത്ത് ചെയ്ത ഉമ്മയുടെ വിഷയത്തിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇതാണ് സഹോദരങ്ങൾ, ഒരു മുസ്ലിം സ്ത്രീ ഉമ്മയായാൽ ഇസ്ലാമിൽ അവർക്ക് ലഭിക്കേണ്ടതായ മര്യാദകൾ അല്ലെങ്കിൽ അവരുടെ ഹക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇത് മാത്രമല്ല, ധാരാളമുണ്ട്. ഇനി നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജനിക്കുന്നത് ഒരു പെൺമക്കളാണ് എങ്കിൽ അല്ലെങ്കിൽ പെൺമകളാണ് എങ്കിൽ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവരോട് വർത്തിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് ഈ ഹദീസിന്റെ ബാക്കിയായി പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത് വവഅദൽ ബനാത്ത്. ഈ ഹദീസിന്റെ ബാക്കി അതാണ്, വവഅദൽ ബനാത്ത്. എന്താണ് സഹോദരങ്ങളെ വഅദുൽ ബനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി വരുന്നതിന് മുൻപ് ജാഹിലിയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർക്ക് പെൺമക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവരോട് പെരുമാറിയിരുന്നത്? അവരുടെ മുഖം അവിടുന്ന് കറുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നത്. അഥവാ പെൺമക്കൾ അവർ ജനിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ ന്യൂനതയും അതുപോലെ തന്നെ എന്തോ വലിയ ചീത്തപ്പേരും ഉള്ളതുപോലെയാണ് അവർ കണ്ടിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടുക എന്നുള്ളത്. അവർ ചെയ്തിരുന്ന കാര്യം അതായിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർക്ക് പെൺമക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തിരുന്ന കാര്യം അവരുടെ ജീവൻ അത് ഇല്ലാതാക്കിക്കൊണ്ട്, അതല്ല എങ്കിൽ ജീവനോടെ തന്നെ കുഴിച്ചു മൂടിയതായി ജാഹിലിയ കാലഘട്ടം പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കും. നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ ഇസ്ലാമിന്റെ ആ ഒരു മനോഹാരിത നോക്കൂ. പല ആളുകളും പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാം കൊടുത്ത സ്ഥാനമാണിത്. മാത്രമല്ല പെൺമക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വിഷയത്തിൽ അങ്ങേയറ്റം നന്മ പ്രവർത്തിക്കണമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അത് മാത്രമാണോ സഹോദരങ്ങളെ സ്വർഗപ്രവേശനത്തിനും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമായി നിശ്ചയിച്ചത് പെൺമക്കളെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ആല ജാരിയതൈൻ ഹത്താ തുദ്രിക ദഖൽതു അന വഹുവൽ ജന്നത കഹാതൈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾക്ക് രണ്ട് പെൺമക്കളുണ്ട്, അവരെ ഏറ്റവും നല്ല രൂപത്തിൽ അവൻ നോക്കുകയും പരിപാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവനും ഞാനും ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചൂണ്ടുവിരലും അതുപോലെ തന്നെ നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അവനും ഇതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനമാണിത്. ഇതിനെ നിഷേധിക്കുന്നവർ അവർ കള്ളന്മാരാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ കള്ളന്മാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഫസബറ അലൈഹിൻ. ആർക്കാണോ 3 പെൺമക്കൾ ഉള്ളത്, ഫസബറ അലൈഹിൻ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ക്ഷമയോടുകൂടി അവരെ പരിപാലിക്കുകയും വകസാഹുന്ന മിൻ ജിദതിഹി അവന് സാധിക്കുന്ന രൂപത്തിൽ അവരെ വസ്ത്രം ധരിപ്പിക്കുകയും അവർക്ക് ചിലവിന് കൊടുക്കുകയും ചെയ്താൽ കുന്ന ലഹു ഹിജാബൻ മിനൻ നാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അവർക്ക് നരകത്തിൽ നിന്നുള്ള മറയായിട്ടാണ് ആ പെൺമക്കൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകൾ കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കാണിക്കേണ്ടതായ മര്യാദ? നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ പെൺമക്കളുടെ വിഷയം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൽ പെൺമക്കൾക്ക് കൊടുത്ത സ്ഥാനം ഇതാണ്. നമ്മൾ അറിയാതെ പോകരുത്. ചില ആളുകളുടെ തെറ്റിദ്ധാരണകളും അതുപോലെയുള്ള മോശമായ പ്രചരണങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാധ്യതകൾ മറക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ അധ്യാപനകൾ സ്ത്രീകളുടെ വിഷയത്തിൽ, ഉമ്മയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ പെൺമക്കളുടെ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇനി ഒരു സ്ത്രീ ഭാര്യയാണ് എങ്കിൽ അവരോട് എങ്ങനെ നമ്മൾ പെരുമാറണം?
എങ്ങനെ നമ്മൾ പെരുമാറണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ ഭാര്യമാരോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്നത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എവിടെ മുസ്ലിം സ്ത്രീകൾക്ക് ഇവിടെ പ്രയാസം? എവിടെയാണ് സഹോദരങ്ങളെ പ്രയാസം? നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും പറഞ്ഞോ അവരെ പരിഗണിക്കരുത് എന്ന്? ഉമ്മയുടെ വിഷയം നമ്മൾ പറഞ്ഞു, പെൺമക്കളുടെ പറഞ്ഞു, ഇതാ ഭാര്യമാർ, ഇത് മാത്രമാണോ? മാത്രമല്ല, ഭാര്യയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എവിടെ വെച്ചാണ് അത് പറയുന്നത്? എവിടെ വെച്ചാണ് പറയുന്നത്? ഹജ്ജത്തുൽ വദാഇൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും ഊന്നി പറഞ്ഞ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പറഞ്ഞ കാര്യമാണെന്ത്? ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നകും അഖസ്തുമൂഹുന്ന ബിഅമാനില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, നിങ്ങൾ അവർക്ക് ഹലാലായി മാറിയത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലിമത്ത് കൊണ്ടാണ്. അതുകൊണ്ടിതാ നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെ വളരെ വേദനാജനകമായി ശിക്ഷിക്കുന്നത്, അവരെ അടിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അറിയണം ഇത്. എത്രയെത്ര ആളുകളുണ്ട് ഇസ്ലാം വലിച്ചെറിഞ്ഞിട്ട് അവർ പോയത് ഇതിലും സ്ഥാനം ലഭിക്കുമെന്ന് പറഞ്ഞ് പോയ ആ ഒരു ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ഇത് മുസ്ലിമീങ്ങൾ എഴുതി വെച്ചതല്ല, അവർ തന്നെ എഴുതി വെച്ചത് നമുക്ക് പലതും കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, ലാ യജ്ലിദു അഹദുകും ഇംറഅതഹു ജൽദൽ അബ്ദ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഒരു അടിമയെ തല്ലുന്നത് പോലെ, അതല്ല എങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആളുകളെ ഒരാൾ എങ്ങനെയാണോ പ്രയാസപ്പെടുത്തുന്നത്, പീഡിപ്പിക്കുന്നത്, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ല എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. എന്നിട്ട് സുമ്മ യുലാജിഉഹാ ഫി ആഖിരിൽ യൗം, എന്നിട്ട് നീ ചെയ്യുന്നതോ അവളോടൊപ്പം തന്നെ രാത്രി പങ്കിടുകയാണ്. ഇതാണ് ഇങ്ങനെ ചെയ്യുന്ന രൂപത്തിലുള്ള അടികളും അതുപോലെ പ്രയാസപ്പെടുത്തലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇത് സഹാബത്തിന് മാത്രം ബാധകമായ കാര്യമാണോ? ഒരിക്കലുമല്ല. മുഴുവൻ മുസ്ലിമീങ്ങളും ഇലാ ഖിയാമിസ് സാഅ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോടായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തദ്രിബു ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ അടിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് സ്ത്രീകളെ അടിക്കുന്നത് എന്ത് ചെയ്തു? നിർത്തിവെച്ചു. സ്ത്രീകളെ അടിക്കുന്നത് അവിടുന്ന് നിർത്തിവെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സഹാബത്തിന്റെ മനോഭാവം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ ഒരിക്കലും അത് തള്ളുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സംഭവങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമിഅന വഅതഅന, അതാണ് സഹാബിമാരുടെ മനഹജ്, അവരുടെ രീതിശാസ്ത്രം അങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ സഹാബിമാർ എന്ത് ചെയ്തു? പിന്നീട് സ്ത്രീകളെ അടിക്കൽ അതവിടുന്ന് നിർത്തിവെച്ചു. പിന്നീട് അതാ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ സ്വഭാവം അത് മോശമാകാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ ഭർത്താക്കന്മാരുടെ മേൽ തലയിൽ കയറാൻ തുടങ്ങി. ഇങ്ങനെ തന്നെയാണ് സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വേദനയില്ലാതെ ചെറിയ രൂപത്തിൽ അടിക്കാനുള്ള ഒരു ഇളവ് നൽകി. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ രൂപത്തിൽ അടിക്കാനുള്ള അനുമതി നൽകിയപ്പോൾ പിറ്റേന്നതാ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ സ്ത്രീകൾ വരികയാണ്. അങ്ങനെ അവർ പറയുകയാണ്, ഇതാ റസൂലേ, നമ്മുടെ ഭർത്താക്കന്മാർ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫലമ്മ അസ്ബഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലഖദ് അതാഫ ബിആലി മുഹമ്മദിൻ 70 ഇംറഅ കുല്ലുഹുന്ന യസ്തകീന അദ്ദർബ്. ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, 70ഓളം സ്ത്രീകൾ ഇന്നലെ എന്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ അവരുടെ ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞ കാര്യം അടിയെ പറ്റിയാണ്. നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ വളരെ വേദനാജനകമായി അടിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? വഅയ്മുല്ലാഹ്,
അല്ലാഹു തന്നെ സത്യം, വഅയ്മുല്ലാഹ്, അല്ലാഹു തന്നെ സത്യം, ലൈസ ഉലൈക ബിഖിയാരിക്കും, നിങ്ങൾ മനസ്സിലാക്കണം, അവർ നിങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകളല്ല. അടിച്ച ആളുകൾ അവർ നിങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകളല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ ഇസ്ലാമിന്റെ ആ മനോഹരമായ പഠനം നോക്കൂ. ഇനി സഹോദരങ്ങളെ, ഇവിടെ അടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേഷ്യം തീർക്കാനുള്ളതല്ല അടി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ഓരോ ആളുകളും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദേഷ്യം തീർക്കാനല്ല ഇസ്ലാമിൽ അത് ഏതടിയായാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, 7 വയസ്സായാൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം, പിന്നീട് 10 വയസ്സായാൽ അവരെ അടിക്കണമെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടി എങ്ങനെയാണ്? നമ്മുടെ ദേഷ്യം തീർക്കാനാണ്, ഒരിക്കലുമല്ല. നമ്മുടെ മക്കൾ നന്നാവണം എന്നുള്ള നസീഹത്തോടു കൂടിയായിരിക്കണം അവരെ നമ്മൾ തല്ലേണ്ടത് അല്ലെങ്കിൽ അടിക്കേണ്ടത്. മറിച്ച് അവർ നന്നാകണമെന്ന ആ നിലക്ക് മാത്രമായിരിക്കണം. ഉലമാക്കൾ എല്ലാവരും ഈ വിഷയം വിശദീകരിച്ചതായി കാണാം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബികൾ ധരിക്കുന്ന സൗബ് അഥവാ നീളമുള്ള വസ്ത്രം, അതിന്റെ അറ്റഭാഗം കൊണ്ട് തല്ലുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ തല്ലിയാൽ ആർക്കാണ് വേദന ഉണ്ടാവുക? ഒരാൾക്കും ഉണ്ടാവുകയില്ല. മറിച്ച് എന്റെ ഭർത്താവിന്, അതല്ല എങ്കിൽ എന്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഈ പ്രവൃത്തി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാനായിരിക്കണം. അല്ലാതെ നമ്മുടെ എല്ലാ ശക്തിയും നമ്മുടെ മക്കളുടെ മേലോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ മേലോ തീർക്കാനായിരിക്കരുത്. മറ്റ് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, മിസ്വാക്ക് കൊണ്ടായിരിക്കണമെന്ന്. എന്താണ് മിസ്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബികൾ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. അറാഖിന്റെ കൊള്ളി, അതുകൊണ്ട് പല്ല് തേക്കുക എന്നുള്ളത് ചെറിയ സാധനമാണത്, അതുകൊണ്ട് അടിക്കുക എന്നുള്ളത്. അഥവാ അവിടെ ഉദ്ദേശം എന്തായിരിക്കണം? ഞാൻ ചെയ്ത ഈ പ്രവൃത്തി അത് ശരിയായിട്ടില്ല, എന്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മക്കളാണെങ്കിൽ ആ മക്കൾ മനസ്സിലാക്കണം, എന്റെ ഉപ്പാക്ക് കോപം ഉണ്ടായിട്ടുണ്ട്, ഇതാവണം അടി. ഈ രൂപത്തിലായിരിക്കണം, അല്ലാതെ നമ്മുടെ എല്ലാ ദേഷ്യവും തീർക്കാൻ ആയിരിക്കരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലഭിച്ചല്ലോ എന്നുള്ള ഒരു മനോഭാവം ആകാൻ പാടില്ല. എല്ലാ ആളുകളോടും ഒരു മുസ്ലിം നസീഹത്തുള്ളവനാകണം. സ്വന്തം ഭാര്യ നന്നാവണം, സ്വന്തം മക്കൾ നന്നാവണം, ഈ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മുടെ ഏത് പ്രവർത്തനവും. ഇനി സഹോദരങ്ങളെ, എപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കാൻ പറഞ്ഞത്? ഒന്നാമത്തെ തവണ തന്നെയാണ്. ഒന്നാമത് എന്താണ്? നല്ല നല്ല ഉപദേശങ്ങളാണ്. നമ്മുടെ ഭാര്യമാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുക, അതാണ് ഒന്നാമത്തെ പടി. അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നീ ഇന്നലെ ചെയ്ത കാര്യം അതൊരിക്കലും ശരിയായിട്ടില്ല, അതല്ല എങ്കിൽ നീ ഇന്ന് ചെയ്ത പ്രവൃത്തി അത് ശരിയല്ല എന്ന് ആദ്യം നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമതാണോ അടിയല്ല, രണ്ടാമത് മിണ്ടാതിരിക്കലാണ്, ഹുജറാനാണത്. അവരെ മാറ്റി നിർത്തുക, ഇതാണ് രണ്ടാമത്തെ പടി. ഇതിലും ആ സ്ത്രീ നന്നായിട്ടില്ല എങ്കിൽ മൂന്നാമത്തെ പടിയാണ് ഈ രൂപത്തിലുള്ള അടി. അഥവാ അവരോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, നീ ചെയ്തത് ശരിയല്ല എന്ന രൂപത്തിലുള്ള അടി. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യം. നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമാണ് കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് അധ്യാപനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ യുക്തിക്കും യോജിച്ച രൂപത്തിലുള്ള പഠനങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാര്യമാർ നമ്മളോട് ഈ രൂപത്തിൽ പെരുമാറുമ്പോൾ നമ്മൾ ഉപദേശം കൊടുക്കാറുണ്ടോ? അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ അവരെ മാറ്റി നിർത്താറുണ്ടോ? അതല്ല, ഒന്നാം തവണ തന്നെ അടിയാണോ? അങ്ങനെയെങ്കിൽ അവൻ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് അവൻ സ്വീകരിച്ചവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിച്ചവനാണ് അത്. എന്താണത്? അല്ലാഹു പറഞ്ഞില്ലേ, വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണത്. അതിന് എതിര് പ്രവർത്തിച്ചവനാണ് സഹോദരങ്ങളെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് കൊടുത്ത സ്ഥാനത്തിന്റെ പങ്ക് എത്ര വലുതാണെന്ന് അറിയിക്കുന്നതാണ്. ഭാര്യമാർക്കുള്ള ചെലവ് അത് വഹിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. മുസ്ലിം സ്ത്രീകൾ അവർ വിവാഹം ചെയ്യപ്പെട്ട ആളുകളാണ് എങ്കിൽ അവരുടെ ചിലവ് വഹിക്കേണ്ടത് അത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. ഖുർആൻ ആയത്തുകളും ഹദീസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനവധി ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ലിയുൻഫിഖ് ദൂ സഅതിൻ മിൻ സഅതിഹി, കഴിവുള്ളവൻ അവന്റെ ഭാര്യമാർക്ക് അവർ ചെലവഴിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവർക്കുള്ള പാർപ്പിടം, അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം, ഇതെല്ലാം ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. നമ്മൾ മനസ്സിലാക്കണം ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു,
ഭാര്യമാർക്ക് നാം കൊടുക്കേണ്ടതായ ഹക്കുകൾ, ബാധ്യതകൾ അല്ലെങ്കിൽ മര്യാദകൾ എന്താണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി എന്താണ്? നിങ്ങൾ എന്താണോ ഭക്ഷിക്കുന്നത് അത് അവൾക്കും കൊടുക്കുക. നീ എന്താണോ ധരിക്കുന്നത്, അഥവാ ഏത് കോലത്തിലുള്ള വസ്ത്രം, എത്ര രൂപയുടേതാണ്, അതുപോലുള്ളത് നിന്റെ ഭാര്യക്കും നീ നൽകണം. അവളെ നീ മാറ്റി നിർത്തേണ്ടത് നിന്റെ വീട്ടിൽ മാത്രമായിരിക്കണം. നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമാണ്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരെ നമ്മൾ മോശമാക്കാൻ പാടില്ല. അവരെ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. പല ആളുകൾക്കുമുള്ള ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് സ്വന്തം ഭാര്യയുടെ ന്യൂനതകളാണ്. കേൾക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു അലൈഹി. ആരാണ് ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു പിടിക്കുന്നത്, അവൻ അള്ളാഹു മറച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ പറയുന്നവന്റെ അവസ്ഥ എന്താണ്? എല്ലാം തികഞ്ഞവനാണ് എന്ന ബോധമാണത്. ഒരിക്കലും ശരിയല്ല. സഹോദരങ്ങളെ, ആർക്കാണ് ന്യൂനതകളില്ലാത്തത്? അതിങ്ങനെ പാടി നടക്കാനുള്ളതാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ അവരെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് മാത്രം അവരോട് മിണ്ടാതിരിക്കുക. എന്നിട്ട് പറയുകയാണ്, വലാ യദ്രിബൽ വജ്ഹ്, അവരുടെ മുഖത്തടിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി പറയൂ സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് എവിടെയാണ് സ്ഥാനമില്ലാത്തത് ഇസ്ലാമിൽ? ആരാണ് ഈ പറയുന്ന കളവുകൾ കെട്ടിച്ചമക്കുന്നത്? നോക്കൂ സഹോദരങ്ങളെ, അവരുടെ മുഖത്ത് അടിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. അത് മാത്രമാണ്, വലാ യുഖബ്ബഹ്, അവരെ മ്ലേച്ഛമായ രൂപത്തിൽ അവരോട് പെരുമാറരുത്, അവരെ മോശമായ രൂപത്തിൽ നിങ്ങൾ കാണരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഈ ഹദീസിൽ വളരെ വ്യക്തമാണ് ഭാര്യമാർക്ക് ചിലവിന് കൊടുക്കേണ്ടത് അത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണെന്നുള്ളത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള ഫെമിനിസം എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു ആശയം നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? ഇത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കരുത്. ഇതാണ് ഫെമിനിസം പറഞ്ഞു കൊടുക്കുന്നത്. അഥവാ നിന്റെ പാർപ്പിടം അത് ഭർത്താവിന്റെ ബാധ്യതയാണ് എന്ന് പറയപ്പെട്ട ഭർത്താവ്, നിന്റെ വസ്ത്രം അത് നോക്കേണ്ടത് നിന്റെ ഭർത്താവാണെന്ന് പറയപ്പെട്ട ഭർത്താവിനെ, അതുപോലെ തന്നെ നീ ആ ഭർത്താവ് എന്താണോ ഭക്ഷിക്കുന്നത് അത് നിനക്കും തരണമെന്ന് പറയുന്ന ഭർത്താവിനെ നീ അനുസരിക്കരുത്. എന്നിട്ട് അനുസരിക്കേണ്ടത് ആരെയാണ്? ഇവൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇവൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ എതിർക്കുന്ന, ഏറ്റവും മോശമായി പെരുമാറുന്ന അവളുടെ മാനേജറെ. അല്ലേ സഹോദരങ്ങൾ, ഇന്ന സമയത്ത് എത്തിയില്ല എങ്കിൽ ഒന്നാമത്തെ ചീത്ത അവിടെ തുടങ്ങും. ഓരോ കാര്യങ്ങളും കൃത്യമായി അവിടെ വെക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അടുത്ത ചീത്ത. എന്നിട്ട് പറയുകയാണ്, നമ്മളാണ് പുരോഗമനവാദികൾ, ഇതാണ് ഫെമിനിസം, നമുക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ സാധിക്കും. വില്ലത്തിന്റെ ഒറ്റക്കാലിൽ നിന്നതുകൊണ്ട് എന്ത് ഉപകാരമാണ് നിങ്ങൾക്കുള്ളത്? ഏറ്റവും മോശമായ രൂപത്തിൽ നിൽക്കുന്നതിൽ എന്ത് ഇസ്സത്താണുള്ളത്? നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും മഹത്തായ വ്യക്തിത്വമാണ്. അവരോട് ഒരു കാര്യവും നോക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുക, നിങ്ങൾക്കുള്ള ഭക്ഷണം, നിങ്ങൾക്കുള്ള സമ്പത്ത്, നിങ്ങൾക്കുള്ള എല്ലാവിധ കാര്യങ്ങളും അത് ഭർത്താവിന്റെ ബാധ്യതയാണ്. ഇതിലേതാണ് രാജരൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന ജീവിതം? ഒരാളുടെ കീഴിൽ നിൽക്കലാണോ? അതല്ല, ഒരാളെല്ലാം നമുക്ക് കൊണ്ടു തരികയാണ്. ഇതിലേത് ജീവിതമാണ് സഹോദരങ്ങളെ? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കട്ടെ ഏറ്റവും മനോഹരമായത്. എന്നിട്ട് അവർ പറയുകയാണ്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അടിമത്തമാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, കാര്യങ്ങളെല്ലാം നേരെ തിരിയുകയാണ്, എല്ലാ കാര്യങ്ങളും നേരെ മറിയുകയാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഏത് ദീനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാം പോലെ മികച്ചു നിൽക്കുന്ന ഒരു ദീൻ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാവിധ പഠനങ്ങളും എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും ഒരാൾ അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. കാര്യങ്ങൾ നേരെ തിരിയുകയാണെന്നുള്ളത്. അത് മാത്രമാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബക്കാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നയാളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും പരിപൂർണമായ ഈമാനുള്ള ആളുകൾ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളാണ്. ആരാണ് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാ,
നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകൾ. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമ്മളോട് എല്ലാ കാലത്തും കൂടെ ജീവിക്കുന്ന ആളുകളോടാണ് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത്. അതല്ലാതെ 1-2 ദിവസം നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകളോട് ഏതാൾക്കും, മുഅ്മിനായാലും ഫാസിഖായാലും ഏതാളുകൾക്കും നല്ല രൂപത്തിൽ വർത്തിക്കാൻ സാധിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾക്കല്ലാതെ തന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കുകയില്ല. കാരണം അവന്റെ ആ പെരുമാറ്റം അതെന്തിനു വേണ്ടിയാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് അവൻ ആ പെരുമാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു ഭാര്യമാരോട്, എങ്ങനെയായിരുന്നു അവിടുന്ന് പെരുമാറിയത്? അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് തമാശ പറയാറുണ്ട്. അവർ പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിൽ ആ പ്രായം പരിഗണിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വിനോദങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏർപ്പെട്ടിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, എവിടെയാണ് സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നതിന് അർത്ഥമുള്ളത്? ഒരിക്കലും അവരെ പരിഗണിക്കാൻ പാടില്ല എന്ന് ഏത് ഹദീസിലാണ്, ഏത് ഖുർആൻ ആയത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യം. തീർന്നോ? ഇനി ഒരു സ്ത്രീ സഹോദരിയാണ് എങ്കിൽ, നോക്കൂ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി ഒരു സ്ത്രീ അവൾ സഹോദരിയാണ് എങ്കിൽ അവളോട് എങ്ങനെ നമ്മൾ വർത്തിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന ലഹു സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ, ആർക്കാണോ 3 പെൺമക്കളും അതല്ല എങ്കിൽ 3 സഹോദരിമാരുള്ളത്, യുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്കുള്ളത് സ്വർഗമാണ്, മറ്റെന്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളും ശ്രദ്ധ വരുത്താത്ത ഒരു കാര്യമാണ്, അശ്രദ്ധരായ കാര്യമാണ് നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമായി നിശ്ചയിച്ചതാണ് നമ്മുടെ പെങ്ങന്മാരോടുള്ള നമ്മുടെ പെരുമാറ്റം. നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കണം, എന്താണ് ഞാൻ എന്റെ പെങ്ങന്മാരോട് എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്? എന്തെങ്കിലും വിഷയം വരുമ്പോൾ എന്റെ പെരുമാറ്റം എന്റെ പെങ്ങന്മാരോട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുറ്റാലോചിക്കണം. അഥവാ ഇസ്ലാമിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളാണ് എന്ന രൂപത്തിലുള്ള സംസാരം അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കണം. അത് മാത്രമാണ് സഹോദരങ്ങളെ, അല്ലാഹുവാണ് സുമ്മ വല്ലാഹ്, ഈ ഒരു ദീനിലല്ലാതെ ഒരു പെണ്ണിന് കാരുണ്യത്തിന്റെ സമീപനം അത് ലഭിക്കാൻ സാധിക്കുകയില്ല, ഇസ്ലാമിലല്ലാതെ. അങ്ങനെയുള്ള മറ്റ് ഏത് ദീനിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും മനോഹരമായി ഈ രൂപത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കപ്പെട്ട മറ്റൊരു ദീനും അല്ലെങ്കിൽ മറ്റൊരു പ്രത്യയശാസ്ത്രവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ കാര്യമാണ്, ഇന്നി ഉഹർരിജു ഹഖ്ഖല്ലാഹി, എനിക്ക് വളരെയധികം ഭയമുണ്ട് 2 ദുർബലരുടെ വിഷയത്തിൽ അവർക്ക് കിട്ടേണ്ടതായ ഹക്ക് ലഭിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ആരാണ് ആ 2 കൂട്ടം ആളുകൾ? ഒന്ന് അൽ യതീം, യതീമുകളാണ്. അവർക്ക് ലഭിക്കേണ്ടതായ പല ഹക്കുകളുമുണ്ട്, അത് ലഭിക്കാതെ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ വൽ മർഅ, സ്ത്രീകളുടെ വിഷയം. നോക്കൂ സഹോദരങ്ങളെ, എത്ര മനോഹരമായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചത്. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി അവിടുന്ന് മാറുകയാണ്. പൊതുവെ നമ്മൾ പറയപ്പെടാൻ അല്ലെങ്കിൽ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലായി ഒക്കെ കേട്ടിട്ടുണ്ടാകും. എന്താണത്? ആരാണോ ഇസ്ലാമിന്റെ ജാഹിലിയ കാലഘട്ടം പഠിക്കാതിരിക്കുന്നത്, എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടം എന്നറിയാതെ പോകുന്നത്, അവരായിരിക്കും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഓരോ കണ്ണികളും അത് ഓരോന്നായി അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് എത്ര സത്യം നമ്മൾ കാണുകയാണ്. എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടം എന്നുള്ളത് അത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടവും അതും നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഒരുപോലെയായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങാനാണ്. വയുരീദുൽ ലദീന യത്തബിഊന ശഹവാതി അൻ തമീലു മൈലൻ അളീമ. എന്നാൽ സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റുന്ന ആളുകൾ, തോന്നിവാസം ചെയ്ത് നടക്കുന്ന ആളുകൾ, അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോകാനാണ്. അങ്ങനെയുള്ള ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഇങ്ങനെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇത് പൊതുവെ ഇങ്ങനെ തന്നെയാണ്. ഒരു മുസ്ലിമായ വ്യക്തി അല്ലെങ്കിൽ മുസ്ലിമായ സ്ത്രീ അവർ നേരായ മാർഗത്തിൽ അവർ സഞ്ചരിക്കുന്നത് ഇതുപോലെ ദേഹേച്ഛകൾ പിൻപറ്റുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് അവരെ പോലെ ആകണമെന്നുള്ളതാണ്. അറബിയിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട്, വ്യഭിചരിക്കുന്ന സ്ത്രീ അവൾ ആഗ്രഹിക്കുന്നത് കുല്ലുഹുന്ന, അവരെല്ലാവരും ഇവളെ പോലെ വ്യഭിചരിക്കണമെന്നുള്ളതാണ്. ആരും നന്നാവാൻ പൊതുവെ മോശമായ വ്യക്തിത്വങ്ങൾ ആഗ്രഹിക്കില്ല. ഇത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തരികയാണ് നമുക്ക്. ഇതുപോലെ ശഹവാത്തിനെ പിൻപറ്റുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തെറ്റണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകളുടെ വിഷയത്തിലും അവരുടെ ആഗ്രഹം ഇതാണ്. സ്ത്രീകളുടെ വിഷയത്തിലും ഇവർ ആഗ്രഹിക്കുന്നത് ഇതാണ്. അഥവാ ദീനിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ വിദൂരമാക്കണം. സ്ത്രീകൾ അവർ തെറ്റിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ഒരു സ്ത്രീ അവൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സമുദായം തന്നെ അല്ലെങ്കിൽ ആ കുടുംബം തന്നെ നശിക്കുമെന്നുള്ളതിൽ ആർക്കാണ് തർക്കമുള്ളത്? ആർക്കാണ് ഈ വിഷയത്തിൽ തർക്കമുള്ള? ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ നശിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ പിന്നെ നശിച്ചു. ഇത് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ശത്രുക്കൾ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ നിരത്തിലേക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കും ഇറക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നതുകൊണ്ടല്ല. അവർ പറയുന്നു, ഇതാ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് വലിയ തെറ്റായ വാദമാണിത്. സൃഷ്ടിപ്പിൽ തന്നെ അവർക്ക് രണ്ടുപേർക്കും വ്യത്യാസമില്ലേ? ഇത് അറിയിക്കുന്നത് തന്നെ എന്താണ് സഹോദരങ്ങൾ? അവർ രണ്ടുപേരും ഒരിക്കലും ഒരുപോലെയല്ല. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വാദങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഒരിക്കലും നിങ്ങളോട് നസീഹത്തുള്ള വ്യക്തിത്വങ്ങളല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എന്താണത് സഹോദരങ്ങളെ? ഒരാൾ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ ആഗ്രഹിക്കേണ്ടത് എന്താണ്? അവർ സംരക്ഷിക്കപ്പെടണമെന്നല്ലേ? അവർ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കണമെന്നല്ലേ? പക്ഷേ നിങ്ങൾ എടുത്തു നോക്കണം, ഇങ്ങനെ പറയുന്ന ആളുകൾ അവർ പറഞ്ഞു വെക്കുന്ന വാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് ചിമ്മിപ്പോകും. അത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ. അഥവാ സ്ത്രീകൾ അവർക്ക് തോന്നിയ പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിറത്തിലേക്ക് ഇറങ്ങാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാം, അതുപോലെ തന്നെ അവർക്ക് ഏത് രൂപത്തിലും നടക്കാം. ഇങ്ങനെ പറയുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമല്ല, മറിച്ച് അവന് സ്ത്രീയെ ലഭിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സംരക്ഷണം ലഭിക്കണം, അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. അതല്ലാതെ അവർ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് അവർ നശിക്കണമെന്നല്ലേ പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകളെ റാഞ്ചിയെടുക്കാൻ ഇതുപോലുള്ള ആളുകൾ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അള്ളാഹുവിന്റെ ദീനിൽ അവഗാഹം നേടുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ഹക്കുകൾ അതെന്താണ് എന്നുള്ളത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ദീൻ വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുക പോലുമില്ല. അവർ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെൺമക്കളുടെ അവസ്ഥ, അവർ ഏത് രൂപത്തിലാണുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അവർ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒന്നിൽ ചെന്ന് പെട്ട് രക്ഷപ്പെടുന്നതിനേക്കാൾ അതിൽ പെടാതിരിക്കുന്നതിനാണ് നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനും അതുപോലെ തന്നെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയാനുള്ളത്, നമ്മുടെ ഈ പള്ളി അൽഹംദുലില്ലാ സോളാർ എന്നുള്ള സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അഥവാ പല കാര്യങ്ങളും നമുക്കിനി ചിലവിൽ എളുപ്പമാകും. ഇത് ചെയ്തു തന്നത് ഒരു സഹോദരിയുടെ ഖബർ ജീവിതം അല്ലെങ്കിൽ അവരുടെ പരലോകത്തിന് ഏറ്റവും നല്ല രൂപത്തിലാകണമെന്ന് കരുതിക്കൊണ്ട് അവരുടെ കുടുംബക്കാർ ചെയ്തു തന്നതാണ്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം
അവരുടെ കബറിടം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയ സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في كل مكان وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.